നമസ്കാരം. വീണ്ടും കൈവിലങ്ങുകൾ, കാൽ ചിലങ്കകൾ, യുദ്ധവിമാനം ഇതെല്ലാം അമൃത്സറിലേക്ക് പറന്നിറങ്ങുകയാണ്. പറഞ്ഞു വരുന്നത് അമേരിക്കയിൽ പിടിയിലായ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ അവരുടെ മൂന്നാമത്തെ ബാച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമൃത്സറിൽ വന്നിറങ്ങിയത്. നോക്കൂ, എന്തുകൊണ്ട് അമൃത്സർ, എന്തുകൊണ്ട് പഞ്ചാബ്? ഒരു ചോദ്യം. എന്തുകൊണ്ട് സൈനിക വിമാനം? രണ്ടാമത്തെ ചോദ്യം. എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തിന് ശേഷവും ഇതേ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുന്നു? മൂന്നാം ചോദ്യം. നാലാം ചോദ്യം, അമേരിക്ക ഇതെന്തു ഭാവിച്ചാണ്? ഇതിനെല്ലാമുള്ള ഉത്തരം എളുപ്പത്തിൽ കണ്ടെത്തുക അത്ര ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ അതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. ആ റിപ്പോർട്ട് അനുസരിച്ച് 5-ാം തീയതി, ഫെബ്രുവരി 5-ാം തീയതി 104 യാത്രക്കാരുമായി വിമാനം വന്നു. വലിയ കോലാഹലമാണ് ഉണ്ടായത്. അതിനുശേഷം ആണ് മോദിയുടെ അമേരിക്ക സന്ദർശനം. മോദി ആ വിഷയം ഉന്നയിച്ചു എന്നും അനൗപചാരികമായി ട്രംപിന് മുമ്പിൽ ഉന്നയിച്ചു എന്നും ഉന്നയിച്ചില്ല എന്നുമുള്ള രണ്ട് വാദഗതികൾ. എന്തായാലും അതേക്കുറിച്ച് സ്ഥിരീകരണമില്ല. ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ ബധിരകരണങ്ങളിലാണ് വീണത്. ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് മോദിയുടെയും ഇന്ത്യയുടെയും വലിയ നയതന്ത്ര വീഴ്ച എന്ന് കരുതേണ്ടി വരും. എന്തായാലും ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി 2 വിമാനങ്ങൾ കൂടി എത്തി. ഗ്ലോബ് മാസ്റ്റർ അല്ലെ, C-17 ഗ്ലോബ് മാസ്റ്റർ A എന്ന തരത്തിലുള്ള സൈനിക വിമാനമാണ്. ഈ സൈനിക വിമാനത്തിൽ ആദ്യ ബാച്ചിൽ 104 പേര്, രണ്ടാമത് ശനിയാഴ്ച വന്ന ബാച്ചിൽ 116 പേര്, ഞായറാഴ്ച രാത്രിയിൽ വന്ന ബാച്ചിൽ 112 പേര്. അങ്ങനെ 340ഓളം പേര് ഇന്ത്യയിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. വളരെ നരകതുല്യമായ യാത്ര. സാധാരണഗതിയിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തണമെങ്കിൽ 15 മണിക്കൂർ അതിനോടനുബന്ധിച്ചുള്ള ഒരു സമയമാണ് യാത്രാ സമയം. ഇവിടെ ഈ കഴിഞ്ഞ വിമാനം വന്നത് 61 മണിക്കൂർ എടുത്താണ്. ചുറ്റി വളഞ്ഞ് വിവിധ ഇടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. അത്രയും സമയം ഇതിലെ പുരുഷന്മാരെ കാൽ ചിലങ്ക അല്ലെങ്കിൽ കാലിൽ ചങ്ങലയിട്ടിരിക്കുകയാണ്. അവർക്ക് അത്യാവശ്യ പ്രാഥമിക കൃത്യത്തിനുള്ള ഒരു അവസരം മാത്രം കൊടുക്കുക. ഒരാപ്പിൾ, സ്വല്പം ജലം, അതല്ലാതെ മറ്റൊരു സൗകര്യങ്ങളുമില്ല. അതിനു മുമ്പ് ആഴ്ചകളോളം അവർ പിടിയിലായിരുന്നു, തടവിലായിരുന്നു. അപ്പൊ വളരെ ഹീനമായ രീതിയിലാണ്. മാത്രമല്ല വലിയ ചിലവാണ്. ഈ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിന് വലിയ ചിലവാണ്. ആ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നത് എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതൊരു തരം വലിയ ചെലവുണ്ടെങ്കിലും എത്രയാണ് ചെലവ്? $10 ലക്ഷം ആണ് ചെലവ്. 100-ൽ പരം ആൾക്കാരെ കൊണ്ടുവരുന്നതിന് 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു ആളിന്, ഒരു പെർ ഹെഡ് ഉണ്ടാകുന്ന ചെലവൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ $10,000-ലധികം ചെലവാണ് പെർ ഹെഡ്. ഇത് അമേരിക്കയുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കുന്ന തുകയാണ്. അതേസമയം എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഇവിടെ എത്താൻ $4,000-ൽ പരം മാത്രമേ ചെലവാകൂ എന്നോർക്കണം. അതുകൊണ്ട് വലിയ തോതിൽ ചെലവ് ചെയ്തുകൊണ്ട് സാധാരണ വിമാനങ്ങൾ, ചാർട്ടർ വിമാനങ്ങളിൽ എത്തുന്നതിനേക്കാൾ 4 ഇരട്ടി ചെലവിൽ എന്തിന് സൈനിക വിമാനങ്ങളിൽ വിലങ്ങണിയിച്ചുകൊണ്ട് കൊണ്ടുവരണം? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ അതിനെ കാണുന്ന ഉത്തരവ് ഇതാണ്. ദിസ് ഇസ് കോൾഡ് ഫ്ലെക്സിംഗ് ഓഫ് മസിൽസ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ കൊണ്ടുവരും, നിങ്ങളുടെ ഔദാര്യം ആവശ്യമില്ല, നിങ്ങളുടെ വിമാനങ്ങൾ ഇങ്ങോട്ട് വന്ന് അവരെ രാജകീയമായി വിളിച്ചോണ്ട് വരാൻ തക്ക വലിപ്പം ഈ തടവുകാർക്കില്ല. അതുകൊണ്ട് കൊളംബിയ ചെയ്തതുപോലെ വിമാനങ്ങളെ അങ്ങോട്ടയച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നീക്കം ഒരുപക്ഷെ അമേരിക്ക അനുവദിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. മുൻകാലങ്ങളിൽ എവിക്ഷൻ ആവശ്യമായി വന്നപ്പോൾ, കുവൈറ്റ് യുദ്ധം, 1991 യുദ്ധത്തിൽ, പിന്നീട് യമനിൽ, പല ഇടങ്ങളിലായി യുദ്ധം നടന്നപ്പോൾ ഇന്ത്യൻ വംശജരെ, ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വിമാനങ്ങൾ അയച്ച, ഉക്രൈനിൽ ഉൾപ്പെടെ, ലേറ്റസ്റ്റ് എപ്പിസോഡാണ്, ഉക്രൈനിൽ ഉൾപ്പെടെ വിമാനങ്ങൾ അയച്ച് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന മാതൃക കാട്ടിയ ഇന്ത്യൻ സർക്കാരിന് എന്തുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ വിമാനം അയച്ചുകൊള്ളാം എന്ന് പറയാൻ കഴിയുന്നില്ല എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു മറുപടി പറയാൻ ഇന്ത്യൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നത് വളരെ 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 ഖേദകരമായ ഒരു കാര്യമാണ്. ഇനി ഇവർ വന്നത് എങ്ങോട്ടാണ്? എന്തുകൊണ്ട് അമൃത്സർ? സിഖുകാരുടെ വളരെ പ്രധാനപ്പെട്ട പുണ്യ നഗരമാണ് അമൃത്സർ. സ്വർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന
അമൃത്സറിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഈ പിടിയിലായ ഒരുപാട് പേര് പഞ്ചാബികളാണ്. പക്ഷെ ഇപ്പോഴത്തെ കണക്കുകൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വന്നതിൽ ഹരിയാനക്കാർക്കായിരുന്നു കൂടുതൽ നമ്പർ, 44 ഹരിയാനക്കാരും 31 പഞ്ചാബുകാരും കുറെ ഗുജറാത്തികളും എല്ലാമാണ്. അത് മറ്റു ഉത്തർപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെ, ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് പോലും, ഹിമാചൽ പ്രദേശിൽ നിന്നും ഒക്കെ 1-2 പേര് വീതം, അങ്ങനെ ഒരു അസോർട്ട്മെന്റ് ആണ്. പക്ഷേ എല്ലാ ബാച്ചിലും പൊതുവായി ഉണ്ടായിരുന്നത് പഞ്ചാബ്, ഹരിയാന, അത് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അത് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹിയുമായി അതിർത്തിയുള്ള പ്രദേശങ്ങളാണ് എന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് നല്ല ഒരു വ്യക്തമായ സന്ദേശം നൽകുകയാണ്. നിങ്ങളുടെ ഭരണസിരാ കേന്ദ്രത്തിന് അടുത്ത് തന്നെ, നിങ്ങളുടെ മൂക്കിന് മുന്നിൽ നിന്ന് തന്നെ കുടിയേറിയവരെ ഞങ്ങൾ കയ്യോടെ പിടികൂടിയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല, മറിച്ച് ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഞങ്ങളുടെ രീതികളുണ്ട്. ഞങ്ങൾക്ക് ചില രീതികളുണ്ട്. അത് ഈ അഭയാർത്ഥികൾ, അവർ തടവുകാരാണ്, ഇപ്പോൾ ഒരു പരിധിയിൽ കുറ്റാരോപിതരാണ്, അവർ അനധികൃത കുടിയേറ്റക്കാരാണ്, അവര് അത്യാഹിതം വല്ലതും ചെയ്തേക്കാം, സ്വയം മുറിവേൽപ്പിച്ചേക്കാം, അത് കുഴപ്പമാകും, മറ്റുള്ളവരെ ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി റിസ്ക്. ഇതാണ്. പക്ഷേ ഇതൊക്കെ പറയാമെന്നല്ലാതെ ഇവര് വളരെ കഷ്ടപ്പെട്ടു പോയവരാണ്. അവരെ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം അവരിൽ പലരും ഒരു 75 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ മുടക്കി പോയവരാണ്. നമുക്കറിയാമല്ലോ, 75 ലക്ഷം രൂപ ബാങ്കിലിട്ട് അതിന്റെ പലിശ ഉണ്ടെങ്കിൽ കഞ്ഞി കുടിച്ച് കിടക്കാനുള്ള ഒരു ആസ്തിയുണ്ട്. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലെ ഇവരുടെ അതിമോഹമാണ് അവരെ കള്ള ഏജന്റുമാരെ ഏർപ്പെടുത്തി, അല്ലെങ്കിൽ വ്യാജ കടത്ത സംഘങ്ങൾ അവരെ വിശ്വസിച്ച് വലിയ തുക അവർക്ക് കൂലി കൊടുത്ത് അവർ അനധികൃതമായി കുടിയേറുന്നു എന്ന് ഏകദേശം ധാരണയിൽ തന്നെ അവർ കുടിയേറിയത്. അത് പോയ വഴികൾക്ക് നോക്കൂ. സൗത്ത് ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കയിലോ ഒക്കെ ഇറങ്ങി അവിടുന്ന് അമേരിക്കയുടെ, തെക്കൻ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ബ്രസീലിലോ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, നിക്കറാഗ്വയിലോ എൽസാൽവഡോറിലോ ഗ്വാട്ടിമാലയിലോ അല്ലെങ്കിൽ ബെലീസിലോ ഒക്കെ ഇറങ്ങി അവിടുന്ന് മെക്സിക്കോയിലെത്തി മെക്സിക്കോ അതിർത്തി കടന്ന് അമേരിക്കൻ മണ്ണിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മണ്ണിൽ ട്രംപ് പറയുന്ന ആ വേലി കെട്ടിയ ആ വേലി ഭേദിച്ച് അല്ലെങ്കിൽ നുഴഞ്ഞു കയറി എത്തിയവരാണ്. അങ്ങനെയുള്ളവരെയാണ് ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത് എന്നതാണ് വിവരം. അല്ലാതെ ജോബ് വിസയിൽ പോയി വിസ കാലാവധി കഴിഞ്ഞ് വന്നവരല്ല, നുഴഞ്ഞു കയറിയവരാണ് എന്ന രീതിയിലാണ്. അല്ലാത്തവരും കണ്ടേക്കാം, 1-2 പേര് കണ്ടേക്കാം. കൃത്യമായ അതിന്റെ ഒരു പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവർ നുഴഞ്ഞു കയറ്റക്കാർ തന്നെയാണ്. പക്ഷേ അവര് മനുഷ്യരാണ്. അവർക്കും നിയമപരമായ അവകാശങ്ങളിലെ മാത്രമല്ല പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് പിടിയിലായി കഴിഞ്ഞാൽ, ഇപ്പൊ യുദ്ധ കുറ്റവാളികളാണെങ്കിൽ പോലും പിടിയിലായി കഴിഞ്ഞാൽ അവരെ ജനീവ കൺവെൻഷന്റെ നയമനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച് ഓണറബിൾ ആയി ട്രീറ്റ് ചെയ്യാനുള്ള ചുമതലയുണ്ട്. അത് അവർ ചെയ്തില്ല എങ്കിൽ നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇടപെടേണ്ടതാണ്, വിമാനം അയച്ച് കൊണ്ടുവരേണ്ടതാണ്, അല്ലെങ്കിൽ ചാർട്ടർ വിമാനങ്ങൾ അയച്ച് അവരെ പ്രത്യേക സുരക്ഷാ സംവിധാനത്തോടെ കൊണ്ടുവരാവുന്നതാണ്. അതിനുള്ള നെഗോസിയേഷന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ there is something fundamentally wrong somewhere in the foreign policy establishment. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇത് അമേരിക്കൻ രീതികളാണ്, അവർ അനധികൃത കുടിയേറ്റക്കാരാണ്, അവിടുത്തെ നിയമം അനുസരിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ശിരസ് താണു തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ശിരസ്, ഇന്ത്യക്കാരുടെ ശിരസ് ഉയർത്തിപ്പിടിക്കാനായി ഇത് വലിയൊരു കൊടുങ്കാറ്റായി, നാളെ ഇതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി സംഭവിക്കും, ഉറപ്പാണ്. കാരണം ഇപ്പോൾ പ്രതിപക്ഷം ഇസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ അമ്പരപ്പിൽ നിൽക്കുകയാണ് ഡൽഹിയിലെ പരാജയത്തിന് ശേഷം, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഒരവസരം വീണ് കിട്ടിയിരിക്കുന്നു. ആർക്കാണ്? പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ പറഞ്ഞു വെച്ചു, അമൃത്സറിലേക്ക് ഇറക്കുമതി ചെയ്തതിന് പിന്നിൽ, അല്ലെങ്കിൽ അവരെ കയറ്റി അയച്ചതിന് പിന്നിൽ ദുഷ്ട ഉദ്ദേശമുണ്ട് അമേരിക്കയ്ക്ക്. അവിടുത്തെ ഭരണകൂടം മോശമാണെന്ന് തെളിയിക്കണം, പഞ്ചാബികളെല്ലാം മോശക്കാരാണ്, സിഖുകാരെല്ലാം മോശക്കാരാണെന്ന് തെളിയിക്കണം. അത് മാത്രമല്ല, സിഖുകാർക്ക് വളരെ പ്രിയപ്പെട്ട 5K, അതിൽ കേശ് അല്ലെങ്കിൽ ടർബൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടർബൻ അഴിച്ചുകൊണ്ട്, തലപ്പാവ് നിർബന്ധപൂർവ്വം അഴിപ്പിച്ചുകൊണ്ട് ഏതാനും പേരെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ പഞ്ചാബികളുടെ ആത്മവീര്യം തകരുകയാണ്. അപ്പൊ അവർ BJPക്കെതിരെ തിരിയുമോ, കേന്ദ്ര സർക്കാരിനെതിരെ തിരിയുമോ? ആം ആദ്മി പാർട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ ഒരു ബേസ് തിരിച്ചു പിടിക്കാൻ പഞ്ചാബിലും ബേസ് നഷ്ടപ്പെടുകയാണ്.
ഗവൺമെന്റ് അത്ര പോപ്പുലർ ഒന്നുമല്ല. ഡൽഹി പരാജയത്തിന് ശേഷം ഏത് നിമിഷവും പഞ്ചാബിൽ ഭരണകൂടം വീഴാം. പക്ഷേ പഞ്ചാബ് പിടിച്ചു നിർത്താൻ ഒരു അവസാന അടവെടുക്കുകയാണ് ആം ആദ്മി പാർട്ടി. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്കൽ നറേറ്റീവായിട്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ ഇത് സ്നോബോൾ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിച്ചു നിർത്തിയതിൽ കേന്ദ്രത്തിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു പങ്കില്ലേ? എല്ലാവരും ചോദിക്കുന്ന ന്യായവും നിഷ്പക്ഷവുമായ ഒരു ചോദ്യമാണ്. അതോ അമേരിക്കയിൽ നിന്ന് ലഭിക്കാവുന്ന മഹാസൗഭാഗ്യം, ഇന്ത്യയുടെ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളിൽ ക്വാഡ്, സൈനിക കച്ചവടങ്ങൾ, വിമാനങ്ങളുടെ ഇറക്കുമതി എന്നുവേണ്ട വ്യാപാര വ്യവസായ ബന്ധങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് എത്ര ഇൻസൾട്ട് ആണെങ്കിലും നമ്മൾ കണ്ണുമടച്ച് ആ ഒരു ഇൻസൾട്ടിനെ അതുപോലെ വിഴുങ്ങുക, ഇതാണോ ഇന്ത്യയുടെ നയം? അതുകൊണ്ട് ചിന്തിക്കാനുള്ള സമയമായി. 3 ബാച്ചുകളായി 468 പേരെയാണ് ആദ്യ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആദ്യ പട്ടികയിൽ ഉണ്ടാകുന്നത്. അവരിൽ 3 ബാച്ച് വന്നു കഴിഞ്ഞു. ഇനി 2 വിമാനങ്ങളും കൂടി സമീപ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അവിടെയും ഇത് തന്നെയാണെങ്കിൽ ഒരുപാട് ഉത്തരങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകേണ്ടി വരും എന്നത് നിശ്ചയമാണ്.